ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്കക്കുരു വെച്ചിട്ട് ഒരു കറിയാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു മീൻകറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് കറി എങ്ങനെ റെഡിയാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ചക്കക്കുരു ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ 5 ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പിലയും വേണം. ഇനി നമ്മൾ ഏത് മൺചട്ടിയിലാണോ നമ്മൾ കറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മൺചട്ടിയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതേസമയം ഞാനിവിടെ കുറച്ച് പുളി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു അരമുറി തേങ്ങ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 മിനിറ്റ് ആയി. ഇനി ചക്കക്കുരു ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. കൂടാതെ തേങ്ങ അരച്ചതും ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കടുകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം 2 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ചേർത്ത് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഈ കർക്കിടക സമയത്ത് മീനൊന്നും കിട്ടാത്ത സമയത്ത് അല്പം എരിവും പുളിയോട് കൂടിയൊക്കെ കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.